നമസ്കാരം, എല്ലാവർക്കും വെയിറ്റ് ഓഫ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതെന്ന്. പക്ഷെ നമുക്ക് PSCയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കുക എന്നുള്ളത്. ഒരു 60 മാർക്ക് വരെ നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോയാൽ കിട്ടും. അതെന്താ വെച്ചാൽ ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം തന്നെ വേറെ മറ്റ് പല പരീക്ഷയിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കുന്നത് നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ നമുക്കിന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കാം. ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കേളപ്പൻ. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എനിക്കറിയാം. അപ്പോൾ നമ്മളിപ്പോൾ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ നമുക്ക് ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇന്ത്യയിൽ നടന്നത് ആദ്യം പറയാം നമുക്ക്. ദണ്ഡി മാർച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ദണ്ഡി മാർച്ച് 1930 ഈ ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ്. അപ്പോൾ ഗാന്ധിജി എന്താ ചെയ്തതെന്ന് വെച്ചാൽ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് 78 അനുയായികളുമായി പോയിട്ട് അവിടെ വെച്ച് ഉപ്പ് കുറുക്കി. ഇതാണ് ഈ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. അത് 1930 നടന്നത് ഇന്ത്യയിൽ. അപ്പോൾ ഗാന്ധിജി ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്ന സമയത്ത്. അതാണ്, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന ചെയ്യും. ഇത് ഏതുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ ഇന്ത്യയിൽ പറയുമ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ച് പഠിക്കണം. ഇനി നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ആ ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ എവിടെയെല്ലാം ഉപ്പ് സത്യാഗ്രഹം നടന്നത്? 2 സ്ഥലങ്ങളിൽ, പയ്യന്നൂരും കോഴിക്കോടും. അപ്പോൾ ഇതിൽ പയ്യന്നൂർ ആരാണ് നേതൃത്വം നൽകിയത്? നമ്മൾ പറഞ്ഞു കേളപ്പൻ. ഇനി കോഴിക്കോട് നേതൃത്വം നൽകിയതാണ് അബ്ദുറഹിമാൻ, പിന്നീട് P. കൃഷ്ണപിള്ള. ഇങ്ങനെ 2 പേരുടെ പേരുകൾ ഈ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഇന്ത്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇന്ത്യയിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കുറച്ച് മലയാളികളുണ്ട്. അവരുടെ പേരുകൾ ചോദിക്കാറുണ്ട്, അത് നോക്കാം. C. കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിങ്ങനെ ഒരു 4 ആൾക്കാർ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ. ഇതാണ് C. കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ഇനി ഇതേപോലെ തന്നെ വേറൊരാളാണ് റാണി ഗൈഡലിയു. അവർ ഇമ്പോർട്ടൻ്റ് ആയൊരു പേരാണ് റാണി ഗൈഡലിയു. അതായത് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത്, മണിപ്പൂർ, നാഗാലാൻഡ് ഭാഗത്ത് ഈ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കുചേർന്ന ഒരാളാണ്. 18 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയത്. അവരാണ് ഈ റാണി ഗൈഡലിയു. ഇവരെ നാഗന്മാരുടെ റാണി എന്നാണ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. അപ്പോൾ ആരെയാണ് ജവഹർലാൽ നെഹ്റു നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ചോദ്യം ചോദിക്കാറുണ്ട്. അതാണ് റാണി ഗൈഡലിയു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ ചോദിക്കുന്നത്, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആര്? ശ്രീനാരായണ ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ്. അത് ആദ്യം തന്നെ പറയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരു ഇത് കൂടാണ്ട് കുറേ കോട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, ഇങ്ങനെ കുറേ കോട്ടുകൾ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട്. ഈ മതങ്ങളെ പറ്റി കൂടുതൽ ചോദിച്ചാൽ എന്തായാലും കൂട്ടുകൾ വരുന്ന ശ്രീനാരായണ ഗുരുവാണ്. അങ്ങനെ ഒന്ന് ഓർത്തേക്കാം. പക്ഷെ എല്ലാം അങ്ങനെ ആയിരിക്കണം എന്നില്ല, എന്നാൽ ഏകദേശം അങ്ങനെയാണ് വരുന്നത്. കൃതികളെ കുറിച്ച് ചോദിക്കട്ടെ. പ്രാചീന മലയാളം എന്ന കൃതി എഴുതിയതാരാണ്? ചട്ടമ്പി സ്വാമികൾ. മറ്റു പ്രധാനപ്പെട്ട 2-3 കൃതികളുടെ പേര് പറയാം. ആരാ എഴുതിയത്, എങ്ങനെയാണ്? ചട്ടമ്പി സ്വാമികൾ തന്നെ മറ്റൊരു കൃതി പറയാം ഞാൻ. വേദാധികാര നിരൂപണം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതാണ്. എന്താ വെച്ചാൽ അവർണർക്കും വേദം പഠിക്കാം എന്ന രീതിയിൽ ചട്ടമ്പി സ്വാമികൾ എഴുതിയ ഒരു കൃതിയാണ് വേദാധികാര നിരൂപണം. അത് ഇമ്പോർട്ടൻ്റ് ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പുസ്തകം വായിച്ചിട്ട് വിവേകാനന്ദൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കത്തിപ്പോവാഞ്ഞത് ഭാഗ്യം എന്നത് ഈ വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന പുസ്തകം വായിച്ച് പറഞ്ഞ വാക്കുകളാണ്. അതുകൊണ്ടാണ് ആ പുസ്തകം കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയത്. അതുകൂടാണ്ട് ആത്മോപദേശ ശതകം, ദൈവശതകം, ദർശനമാല എന്നെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകങ്ങളാണ്. പിന്നെ അരുൾ നൂൽ, അഖിലത്തിരുട്ട് വൈകുണ്ഠസ്വാമികളുടേത്. പിന്നെ ഇത്രയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ നവോത്ഥാനം എന്ന ഭാഗത്തിൽ ചോദിക്കുന്ന പുസ്തകങ്ങൾ. ഈ ചട്ടമ്പി സ്വാമികളുടെ 2 പുസ്തകങ്ങളാണ് കുറച്ച്
ഇമ്പോർട്ടൻ്റ് ആയത്. അപ്പോൾ അത് രണ്ടും എന്തായാലും പഠിക്കാം. അടുത്തത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായിട്ട് INA-യിൽ ചേർന്ന ഒരു മലയാളിയുണ്ട്, വക്ക അബ്ദുൾ ഖാദർ. അപ്പോൾ INA എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ നാഷണൽ ആർമി. അതേക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ INA കുറിച്ച് കുറച്ച് കാര്യം പറയാം. അതായത് ഇന്ത്യൻ നാഷണൽ ആർമി ഇത് സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസാണ്. അത് അതിനുശേഷം പിന്നീടാണ് അത് സുഭാഷ് ചന്ദ്രബോസിന് നൽകിയത്. അങ്ങനെയാണ് ഇത് പറയുന്നത്. പക്ഷെ നമ്മൾ ആദ്യം പറയുമ്പോൾ നമുക്ക് INA കേൾക്കുമ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ പേര് മാത്രമേ ഓർമ്മ വരൂ. പക്ഷെ അങ്ങനെയല്ല, ഈ INA സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസാണ്. ഇനി INA-യുടെ വനിതാ വിഭാഗം, അതിന്റെ പേര് ഝാൻസി റെജിമെന്റ് എന്നാണ്. INA-യുടെ വനിതാ വിഭാഗമാണ് ഝാൻസി റെജിമെന്റ്. അതിന്റെ നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ചോദിക്കാറുണ്ട്, ഈ ഝാൻസി റെജിമെന്റിന് നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. അപ്പൊ ഇത്രയാണ് INA കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടത്തുന്ന ഭാഗം ഏതാണ്? ഇലകള്. ഓക്കെ. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണവസ്തു ഏതാണ്? ഹരിതകം. ഇലകളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പൊ സസ്യങ്ങൾ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നതുകൊണ്ട് അവയെ വിളിക്കുന്ന പേരെന്താണ്? സ്വപോഷികൾ. അപ്പൊ ഈ പരപോഷികൾ എന്ന് പറഞ്ഞ എന്താണപ്പോ? മനുഷ്യരും ജന്തുക്കളൊക്കെ സസ്യങ്ങളെ തിന്ന് ജീവിക്കുന്നത്, അവരിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച എനർജി ഉപയോഗിച്ചിട്ട് അപ്പൊ അതാണ് പരപോഷികൾ.